എക്കണോമിക്കൽ ബേസ് ആണെങ്കിലും ഇനി നമ്മൾ എന്താണ് ഈ സോഷ്യലി ഇനീക്വാലിറ്റിയാണ്. അതായത് നമ്മുടെ ഒരാളെ കയ്യിലാണ് ആ പവർ ഉള്ളത്. അപ്പം ഓൾറെഡി എന്ത് ചെയ്യും, അത് അയാളെ ആ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അയാൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസുകളൊക്കെയും ഓൾറെഡി ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി കൊണ്ടുവരുന്നതിന് ഏത് കഴിയും, പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന് കഴിയും. പിന്നെ എൻവയോൺമെൻറ്റൽ കൺസേൺ ആണ്. എൻവയോൺമെൻറ്റൽ കൺസേൺ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ എക്സ്പ്ലോയിറ്റേഷനാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഓണേഴ്സ് സീക്സ് മാക്സിമം പ്രോഫിറ്റ്, അവൻ്റെ പ്രോഫിറ്റ് ലാഭമായിരിക്കും എപ്പോഴും ഉണ്ടാകും. അപ്പം അവൻ ഓൾറെഡി എന്ത് ചെയ്യും, എൻവയോൺമെൻറ്റിനെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ അവനെപ്പോഴും എന്തിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക, എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പം പ്രകൃതിക്ക് എന്ത് പറ്റുന്നു അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് എന്ത് പറ്റുന്നു എന്നുള്ള ഒരിതുണ്ടാവില്ല. അപ്പോൾ പ്രാക്ടീസിലേക്ക് ഡീഫോറസ്റ്റേഷൻസ്, ഓവർ ഫിഷിങ്, പൊല്യൂഷൻസ്, അങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുകളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ വരും. ഏതുണ്ട്, ഇങ്ങനെയുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനൊക്കെ അഗ്രികൾച്ചർ പ്രോപ്പർട്ടീസ് ഓൾസോ ലീഡ്സ് ടു ഫോറസ്റ്റ് ക്ലിയറിങ്ങുകൾ, സോയിൽ ഇറേസ്, നമ്മളെ മണ്ണ് എന്ത് നമ്മുടെ ലാഭമാണ് നമ്മൾ നോക്കുക. അപ്പം അതിനു വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ഒരു, അതായത് ഒരു പബ്ലിക് ഹെൽത്തിനെയോ എൻവയോൺമെൻറ്റലിനെയോ ഒന്നും കൺസിഡർ ചെയ്യാതെ പിന്നെ എല്ലാ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള എല്ലാ ഇതിനും എന്ത് ചെയ്യും ഇവർ പോയും. അപ്പോൾ അത് നമ്മളിപ്പം എയർ പൊല്യൂഷൻസ് വരും, എയർ വാട്ടർ, ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്തിനെ അല്ലെങ്കിൽ ആ പബ്ലിക് ഹെൽത്തിൻ്റെ എൻവയോൺമെൻറ്റിനെ ഒന്നും ബാധിക്കാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എക്കണോമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. എക്കണോമിക് സിസ്റ്റവും പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ പില്ലേഴ്സാണ്. ഫണ്ടമെൻ്റൽ പില്ലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ഫണ്ടമെൻ്റൽ പില്ലറാണ് ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ അവർ കോർപ്പറേറ്റ് ചെയ്താലാണ് ഓരോ കൺട്രോൾ ചെയ്യപ്പെടുന്നതും സൊസൈറ്റി അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദർ ഓൺ ബിസിനസ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്താലാണ് പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോട്ടിവേറ്റഡ് ആയ ബിസിനസ്, ഇങ്ങനെയുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടാകും നമുക്ക് ബിസിനസ് ഉണ്ടാവുക. ആ ബിസിനസ് മോട്ടിവേറ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൾറെഡി എന്ത് വരും, എക്കണോമിക് ഗ്രോത്ത് ആണ് കൊണ്ടുവരിക. എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരുമ്പോൾ ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ്, ഇൻഡിവിജ്വൽസ് യൂസ് എക്സ്ചേഞ്ച്, കൂടുതൽ റിസോഴ്സസുകൾ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നീഡ്സ് ആൻഡ് ഡിസയേഴ്സുകളൊക്കെ അവന് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവരാനും കഴിയും. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് പ്രൈവറ്റ് എക്കണോമിക് ഗ്രോത്ത് എന്നതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുത്താൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, ഡെവലപ്മെൻറ്റ് ഫോർ പ്രോപ്പർട്ടീസ്, എക്കണോമിക് ആയിട്ടുള്ള ജോബ് ക്രിയേഷൻസ് കൊടുക്കാൻ പറ്റും. അതാണ് എക്കണോമിക് ആയിട്ടുള്ളത്. പിന്നെ സോഷ്യൽ സിസ്റ്റമാണ്. സോഷ്യൽ സിസ്റ്റം പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതിൽ, അപ്പോൾ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ദ ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. ക്ലോസ്ലി ലിങ്ക്ഡ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, പവർ, റിസോഴ്സസ് ഇൻ എ സൊസൈറ്റി, പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയ സോഷ്യൽ ഇംപ്ലിക്കേഷൻസുകൾ, അതൊക്കെ ഒരു ക്രിയേറ്റീവ് എക്കണോമിക്കിന് ഇൻസെൻറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വൈസ് ആയിട്ട് ലീഡിങ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ക്യാൻ ഓൾസോ സിഗ്നിഫിക്കൻ്റ് റോളാണ് ഇതിലുള്ളത്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ളത്. ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഇതിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് റിസോഴ്സസ് വിതിൻ സൊസൈറ്റിയിലായിട്ട് ടേൺ ഷേപ്പ് പൊളിറ്റിക്കൽ ഐഡിയാസുകൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ. ഇപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഒരു റോഡ് നമ്മൾ പണിയെടുക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസിയെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഓൾറെഡി അവർ കണക്ട് ചെയ്ത് എന്ത് ചെയ്യും, അവർക്കത് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസുകൾ, ഗ്രേറ്റ് ഇൻഫ്ലുവൻസുകൾ, ഡിസിഷൻ മേക്കിങ്ങുകളൊക്കെ നടത്താൻ ഏതിന് കഴിയും, പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന് കഴിയും. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ കൂടി കയ്യിൽ വിത്തിൻ മൈ ഹാൻഡ് എന്നുള്ള രീതിയിൽ കോൺസെൻട്രേറ്റഡ് ചെയ്തിട്ട് അവരെ പവറുകൾ അവർക്ക് എന്തെങ്കിലും പവർ ചെയ്തുകൊണ്ട് അവർക്ക് സൊസൈറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവർക്ക് ബേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സർപ്ലസ് ആണ്. സർപ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ഇത് പ്രൈവറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സർപ്ലസ് ആണ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് റോൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിലുള്ള എക്കണോമിക് സിസ്റ്റത്തിലെ സർപ്ലസ് നമ്മൾ മിച്ചം എന്നുള്ളതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ദ അക്യുമുലേഷൻ ആൻഡ് ദ ഗ്രോത്ത് ഓഫ്
എക്സ്ചേഞ്ച് സർപ്ലസ് റിസോഴ്സസുകൾ ഹാവ് അലൗഡ് ഗ്രോത്ത് ഓഫ് മേക്കേഴ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മോണിറ്ററി സിസ്റ്റം എന്നുള്ളതാണ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എന്ന് പറയുന്നത് റിസോഴ്സസ് ഇൻ ഫാക്ടേഴ്സ് ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സർപ്ലസ് എന്ന് പറയുന്നതിൽ പ്രൊഡക്ഷൻ സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള ലേബേഴ്സുകൾ, ഗുഡ്സ് ആൻഡ് സർവീസസ്, അങ്ങനെയുള്ള ഡിമാൻഡുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സർപ്ലസസ് ആയിട്ടുള്ള റിസോഴ്സസുകൾ പ്രൊഡക്റ്റഡ് ബൈ അതേഴ്സ് എന്നുള്ളതാണ്. ദ സ്പെഷ്യലൈസേഷൻ ട്രേഡ് ആൻഡ് എക്സ്ചേഞ്ച് എന്നതിലുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് സർപ്ലസ് ആണ്. സർപ്ലസ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ എന്ന് പറയുന്നത് ഇപ്പോൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം അല്ലേ. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്താൽ എന്താണ്, അത് സർപ്ലസ് ആണ്. അപ്പം ഇമ്മീഡിയറ്റ് നീഡ്സ്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡ്സിന് ഫുഡ് ആയാൽ, ലേബർ ആയാൽ, പ്രൊഡക്റ്റ് ആയാൽ, അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സിനനുസരിച്ചിട്ടായിരിക്കണം. അല്ലാണ്ട് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് സർപ്ലസ് ഇതാക്കുന്നതിനേക്കാളും അത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സർപ്ലസിലേക്ക് നടക്കും. അപ്പോൾ ഓൾറെഡി സോഷ്യൽ ഇനീക്വാലിറ്റീസ് നടക്കും. പിന്നെ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എൻ്റയർ കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഇതിലുള്ളത്, റോൾ ഓഫ് സർപ്ലസ് എന്നതിലുള്ളത്. പിന്നെ എക്കണോമിക് സിസ്റ്റത്തിൽ സർപ്ലസ് സിസ്റ്റം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റോൾ എന്ന് പറയുന്നത് റിസോഴ്സസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് നീഡഡ് ടു മീറ്റ് ഇമ്മീഡിയറ്റ് നീഡ്സുകളാണ്. അതായത് എക്കണോമിക്സിൽ സർപ്ലസ് ക്യാൻ ടേക്ക് മെനി ഫോം സച്ച് ആസ് സർപ്ലസ് ഗുഡ്സിൽ വരുന്നത്, ലേബേഴ്സിൽ വരുന്നത്, സർപ്ലസ് ഓഫ് മണിയിൽ വരുന്നത്, സർപ്ലസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ എക്കണോമിക് സിസ്റ്റത്തിൽ ഇമ്പാക്റ്റിംഗ് ഓഫ് സർപ്ലസ് അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻസിൽ വരുന്നത്. അതൊക്കെയാണ് ഇതാണ് എക്കണോമിക് വൈസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് പ്രൊഡക്ഷൻസിലാണ്. ഒരു സർപ്ലസിൽ പ്രൊഡക്ഷൻ ബേസ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം പ്രൊഡക്ഷൻ എന്ന സർപ്ലസ് റിസോഴ്സസിൽ ഇൻക്രീസ് ചെയ്യുന്നതിൽ ഒരു പ്രൊഡക്ഷൻ പ്രൊവൈഡ്സ് മാനുഫാക്ചർ റോ മെറ്റീരിയൽസ് നീഡ് മോർ പ്രൊഡക്റ്റ്. നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ആ പ്രൊഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു കൂടുതൽ റോ മെറ്റീരിയൽസ് വേണമെന്ന് വിചാരിച്ച് നമ്മൾ ആ മാനുഫാക്ചറിങ്ങിന് വേണ്ടി കൂടുതൽ റോ മെറ്റീരിയൽസ് വേണമെന്ന് വെച്ച് ഇത് ക്രിയേറ്റ് മോർ പ്രൊഡക്റ്റുകൾ നൽകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത് വരുന്നത്, സർപ്ലസ് വരുന്നത്. ഒരു സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നെ മാനുഫാക്ചറിങ് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ അങ്ങനെയുള്ളതിൽ വരുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് എക്കണോമിക്, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും എക്സ്പോർട്ട് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ഇൻക്രീസ് മാനുഫാക്ചേഴ്സ് മേബ് പ്രൊഡക്റ്റ് അതർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന പ്രൊഡക്ഷൻസുകൾ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ റെഡ്യൂസ് ചെയ്യും സർപ്ലസുകൾ നമ്മൾ പ്രൊഡക്ഷൻ നടന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് എന്ത് ചെയ്യും, ഓൾറെഡി നമ്മുടെ ജോബ് സീക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കിനെ ബാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ കമ്മ്യൂണൽ എൻഷുറിങ് ആയിട്ടുള്ള റിസോഴ്സസുകൾ. ആ റിസോഴ്സസുകൾ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് പോവർട്ടി, സോഷ്യൽ മൊബിലിറ്റീസുകൾ, പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻസ് എന്നതിൽ വരുന്നത്. പിന്നെ കൺസെപ്ഷനാണ്. കൺസെപ്ഷൻ എന്ന് പറയുന്നത് റിസോഴ്സ് കൺസെപ്ഷൻ പാറ്റേൺസുകൾ, അതായത് അവൈലബിലിറ്റി, ഗുഡ്സ് ആൻഡ് സർവീസസിൽ വരുന്ന അവൈലബിലിറ്റി ഇൻവോൾവ്സ്, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇൻവോൾവ്സ് ഇൻ ബൈയിങ്ങും ഗെറ്റിങ്ങും ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ ജോബ് ക്രിയേഷൻസുകളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലാണ്. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അപ്രോപ്രിയേഷനാണ്. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പാണ്, അതല്ലേ, ക്ലെയിം ടു ഓണർഷിപ്പ് ഫോർ കൺട്രോൾ ദ ഓവർ റിസോഴ്സസിന് കൺട്രോൾ ടു അതേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദ പ്രോസസ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് കണ്ടസ്റ്റ് കൊളനൈസേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അപ്രോപ്രിയേഷൻസിൽ വരുന്നത്. പിന്നെ അപ്രോപ്രിയേഷൻസിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റോൾ ഓഫ് അപ്രോപ്രിയേഷനെ ഷേപ്പിംഗ് ഇൻ എക്കണോമിക് സിസ്റ്റത്തിൽ. എക്കണോമിക് സിസ്റ്റത്തിൽ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നതിൽ നമ്മുടെ പ്രൊഡക്ഷനും അതിൻ്റെ ബെനിഫിറ്റും ഔട്ട്പുട്ട് ഓഫ് പ്രൊഡക്ഷൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ അപ്രോപ്രിയേഷൻ ഷേപ്പിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രൂഷ്യൽ പ്രോസസ്സുകളാണ്, അതായത് ഓണർഷിപ്പ് ഓഫ് കൺട്രോൾ റിസോഴ്സസുകൾ, അസറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളപ്പോൾ ഇതിൽ നോക്കിയത് എന്താണെന്ന് വെച്ചാൽ പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത്
എന്തായാലും നമുക്ക് മെയിൻ വന്ന തന്നെ ഇതാണ് ഒരു 1820th സെഞ്ചുറി ക്യാപിറ്റൽ റവല്യൂഷൻ, ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ മെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നതായിരുന്നു ഏതെന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എന്നുള്ളത്, ആ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എന്താണോ അതിൻ്റെ ഓരോ സിസ്റ്റത്തിലും എങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കിയത് സർപ്ലസ് ആണ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എക്സസ് ടു പ്രൊഡക്ഷൻ ഓഫ് കൺസെപ്ഷൻ ആണ്. ആ പ്രൊഡക്ഷൻ ഓഫ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് നെസസറി ആവശ്യമായിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള സർവൈവൽ ഓഫ് ബേസിക് നീഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത് സർപ്ലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്രോപ്രിയേഷൻ ആയിരുന്നു. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ റെവേഴ്സ് ടു പ്രോസസ് വിച്ച് ഇൻഡിവിജ്വൽസ് ഓഫ് എ ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ്സ് ക്ലെയിം ഓണർഷിപ്പ് കൺട്രോൾ ഓവർ റീസൺസ് ഓഫ് അസെറ്റ്സ്, അതാണ് ഇതിന് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിലുള്ളത് അൺസസ്റ്റൈനബിൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് എങ്ങനെയുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ ഡിസാസ്റ്റേഴ്സുകൾ നമ്മളെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. 2 അസൈൻമെൻറ്റുകളാണ് ഒന്നുള്ളത്. ഒന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്താണ് ഒരു സൊസൈറ്റിയിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അസൈൻമെൻറ്റ് വരുന്നത്. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇത് 3 എക്കണോമിക്കലായാലും പൊളിറ്റിക്കലായാലും അതിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതിനെ ബേസ് ചെയ്യുന്ന ഒരു അസൈൻമെൻറ്റ്. സെക്കൻഡ് വൺ സർപ്ലസ് റിസോഴ്സസ് ആണ്. സർപ്ലസ് റിസോഴ്സസ് എന്താണ് ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ അപ്രോപ്രിയേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം ആണ്. അപ്രോപ്രിയേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം എന്നുള്ളതിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ എക്കണോമിക് സൊസൈറ്റി എന്നുള്ളതും കൂടിയാണ്. ഇത്രയാണ് ഏതിലുള്ളത് സർപ്ലസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് സെയിൽസ് എന്നുള്ളത്.